ഹായ് സിനിഫൈൽസ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വിച്ച് ഡയറക്ടേഴ്സ് കംബാക്ക് ആർ യു വെയിറ്റിംഗ് ഫോർ നൗ എന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു. പോസ്റ്റ് ഇട്ട് 1 മണിക്കൂർ ആയപ്പോഴത്തേക്കും കമന്റ് സെക്ഷൻ മൊത്തം മലയാളം, തമിഴ്, തെലുങ്ക് അങ്ങനെ ലാംഗ്വേജ് ബാരിയേഴ്സ് ഇല്ലാതെ ഒരുപാട് ഡയറക്ടേഴ്സിന്റെ പേരുകൾ വന്നു. ചില പേരുകൾ കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. ഇവരൊക്കെ പടം ചെയ്യാത്തതാണോ അതോ നല്ല പടങ്ങൾ ചെയ്യാത്തതാണോ എന്ന്. എന്തായാലും കിട്ടിയ ലിസ്റ്റ് വെച്ചിട്ട് കുഞ്ഞു വീഡിയോ അങ്ങ് ചെയ്തേക്കാന്ന് കരുതി അതാണിത്. ലിസ്റ്റിൽ ആദ്യം എച്ച് വിനോദ്. 2014 ഇറങ്ങിയ ചതുരംഗ വേട്ട എന്നൊരൊറ്റ പടം മതി എച്ച് വിനോദ് എന്ന സംവിധായകന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കാൻ. പണത്തിന് പിന്നാലെ പോകുന്ന, പണത്തിന് വേണ്ടി ആരെയും ചതിക്കുന്ന ഗാന്ധി ബാബു എന്ന തമിഴ് സിനിമയിലെ തന്നെ വൺ ഓഫ് ദ ഐക്കോണിക് ക്യാരക്ടർ ഉണ്ടാക്കിയ സംവിധായകനാണ് എച്ച് വിനോദ്. കാർത്തിക് കരിയറിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസിലൊന്നായ ഈരൻ അധികാരം 2016 കൊടുത്തു. പിങ്ക് എന്ന സിനിമയുടെ തമിഴ് റീമേക്ക് 2019 അജിത് കുമാറിന് വെച്ച് നേർകൊണ്ട പാർവയെടുത്തു. സിനിമ ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയിരുന്നു. അതിനുശേഷം 2022-23 വർഷങ്ങളിൽ അജിത്തിനെ വെച്ച് തന്നെ വലിമൈ, തുനുവി എന്നീ സിനിമകൾ ചെയ്തു. രണ്ടും പറയാൻ ഉദ്ദേശിച്ച വിഷയം നല്ലതായിരുന്നെങ്കിലും ക്രിട്ടിക്കലി ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു. തുനുവ് ബോക്സ് ഓഫീസിൽ ഭേദപ്പെട്ട പ്രകടനമായിരുന്നെങ്കിലും റിവ്യൂസ് മിക്സഡ് ആയിരുന്നു. കേരളത്തിൽ തുനുവിനെ കീറി മുറിച്ച് നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നെങ്കിലും പേഴ്സണലി തുനുവ് എനിക്ക് വർക്കായ ഫിലിമായിരുന്നു. എസ്പെഷ്യലി അത് പറയുന്ന കാര്യങ്ങൾ. കമൽഹാസനെ വെച്ചൊരു സിനിമ അനൗൺസ് ചെയ്തെങ്കിലും അത് ഡ്രോപ്പായി. ഇപ്പോൾ ആ കഥയായിരിക്കണം വിജയ് വെച്ച് ദളപതി 16 ചെയ്യുന്നു. വിജയ് ആയതുകൊണ്ട് ബോക്സ് ഓഫീസിൽ വലിയ ചലനം ഉണ്ടാകും എന്നതിൽ തർക്കമില്ല. പ്രത്യേകിച്ച് വിജയ് പൂർണ്ണമായിട്ട് പൊളിറ്റിക്സിൽ ഇറങ്ങുന്നതിന് മുമ്പ് അവസാനമായി അഭിനയിക്കുന്ന സിനിമ എന്ന നിലയിൽ വലിയ പ്രതീക്ഷകളുണ്ട്. എടുക്കുന്ന സബ്ജക്ട് കൊണ്ട് തന്നെ വലിയൊരു ഡയറക്ടറാണ് എച്ച് വിനോദ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഒരു കംബാക്ക് വളരെ അത്യാവശ്യമാണ്. അത് ദളപതി 16 ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്തത് മധു സി നാരായണ. ഈ പേരെങ്ങനെ സിനിഫൈൽസ് പെട്ടെന്നൊന്നും മറക്കില്ല. കുമ്പളങ്ങിയിലെ 4 ചെറുപ്പക്കാരുടെയും അവരുടെ പ്രിയപ്പെട്ടവരുടെയും കഥ പറഞ്ഞ മലയാള സിനിമയ്ക്ക് എക്കാലവും ഓർത്തു വെക്കാവുന്ന, എവിടെയും ആരുടെ മുന്നിലും എടുത്തു വെക്കാവുന്ന കുമ്പളങ്ങി നൈറ്റ്സ് നമുക്ക് സമ്മാനിച്ച സംവിധായകൻ. മലയാള സിനിമയെ പറ്റി മറ്റ് ഇൻഡസ്ട്രികൾ വാഴ്ത്തുമ്പോൾ അതിൽ വരുന്നൊരു പേരാണ് ശ്യാം പുഷ്കരൻ എഴുതി മധു സി നാരായണൻ സംവിധാനം ചെയ്ത കുമ്പളങ്ങി നൈറ്റ്സ്. ആ സിനിമ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് വളരെ വലുതാണ്. പക്ഷേ അതിന്റെ സംവിധായകന്റെ അടുത്ത സിനിമയ്ക്കുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 5 കൊല്ലമാകുന്നു. പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിലെ ഓരോ പോസ്റ്റിന് താഴെയും കാണും അടുത്ത പടത്തിനുള്ള വിളിക. കുമ്പളങ്ങി കണ്ട ഓരോ സിനിഫയലിനെ പോലെ ഞാനും കാത്തിരിക്കുന്നുള്ളൂ മധു സി നാരായണന്റെ കംബാക്കിനായി. അൻവർ റഷീദ്. മാണിക്കിനെയും തലയെയും ഫൈസയും നമുക്ക് സമ്മാനിച്ച സംവിധായകൻ. 2005 രാജമാണിക്യം, 2007 ചോട്ടാ മുംബൈ, 2008 അണ്ണൻ തമ്പി, 2009 കേരള കഫേ എന്ന ആന്തോളജി ഫിലിമിൽ ബ്രിഡ്ജ് എന്ന സെഗ്മെന്റ്, 2012 ഉസ്താദ് ഹോട്ടൽ, 2013 5 സുന്ദരികൾ എന്ന ആന്തോളജി ഫിലിമിലെ ആമി എന്ന സെഗ്മെന്റ് ഒഴിച്ചാൽ 8 വർഷത്തിന് ശേഷം 2020 വീണ്ടും ഒരു സിനിമ ചെയ്യുന്നത്. ട്രാൻസിന് ശേഷം 4 വർഷമായിട്ട് ഒരു സിനിമയില്ല. അടുത്തിടെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ അവരുടെ 10ാമത്തെ പ്രൊഡക്ഷൻ അൻവർ റഷീദിന്റെ സംവിധാനത്തിലായിരിക്കുമെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം ഷൂട്ട് തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ട്രാൻസ് എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത പടത്തിനായുള്ള പ്രതീക്ഷകളും കൂടുതലാണ്. അവസാനം ഇറങ്ങിയ ആവേശം ഉൾപ്പെടെ 5 സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അൻവർ റഷീദ് എന്ന സംവിധായകന്റെ ഒരു തിരിച്ചുവരവ് വളരെ അധികം ആഗ്രഹിക്കുന്നുണ്ട്. ലാൽ ജോസ്. ഒരു മറവത്തൂർ കനവിൽ നിന്ന് തുടങ്ങി ചന്ദ്രൻ ഉദിക്കുന്ന ദിക്ക്, മീശമാധവൻ, പട്ടാളം, രസികൻ, ചാന്തുപുട്ട്, ക്ലാസ്മേറ്റ്സ്, അറബി കഥ, സ്പാനിഷ് മസാല, ഡയമണ്ട് നെക്ലസ്, അയാളെ ഞാനും തമ്മിൽ, പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും, ഒടുവിൽ വിക്രമാദിത്യൻ വരെ നീണ്ടു നിൽക്കുന്ന ഒട്ടനവധി ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ. അവസാനം ഇറങ്ങിയ ചില സിനിമകൾ പ്രതീക്ഷിക്കത്ത് ഉയർന്നില്ല എന്നതൊഴിച്ചാൽ ആക്ഷൻ, കോമഡി, ഡ്രാമ അങ്ങനെ എല്ലാത്തരം നല്ല സിനിമകൾ തന്ന സംവിധായകനാണ് ലാൽ ജോസ്. ഒരു സാധാരണക്കാരുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്ടഡ് ആയി സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളെ വളരെ എൻഗേജിംഗ് ആയി സ്ക്രീനിൽ എത്തിക്കുന്നതിൽ ലാൽ ജോസ് എന്ന സംവിധായകൻ വിജയിച്ചിട്ടുണ്ട്. ആ ഒരു ഹിറ്റ് ഫ്ലോ എവിടെയോ വെച്ച് പോയി. അടുത്ത സംവിധാനം ചെയ്യാൻ പോകുന്നത് പൊനം എന്ന നോവലിന്റെ അഡാപ്റ്റേഷൻ ആണ്. ഫോറസ്റ്റ് ബാക്ക്ഡ്രോപ്പിൽ വലിയ സ്കെയിലിൽ എടുക്കുന്ന ആക്ഷൻ ഫിലിം. 2 സെൻട്രൽ ക്യാരക്ടേഴ്സിൽ ഒന്ന് ഫഹദ് ഫാസിലാണ്. എന്തായാലും ഒരു വമ്പൻ തിരിച്ചുവരവ് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഗൗതം വാസുദേവ് മേനോൻ. തമിഴിലെ മികച്ച ലവ് സ്റ്റോറീസ് എടുത്താലോ കോപ്പ് സ്റ്റോറീസ് എടുത്താലോ GVM സിനിമകൾ അതിലുണ്ടാവും. മിന്നലെ, കാക്ക കാക്ക, വേട്ടയാട് വിളയാട്, വാരണമായിരം, വിണ്ണെ താണ്ടി വരുവായ, എന്നെ അറിந்தாൽ അങ്ങനെ നിരവധി സിനിമകൾ. ധ്രുവനക്ഷത്രം എന്നൊരൊറ്റ പടമാണ് പുള്ളിയുടെ കരിയറിനെ തന്നെ വെല്ലുവിളിയായത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് പ്രശ്നങ്ങളാണ്. ആദ്യം സൂര്യ വെച്ച് പ്ലാൻ ചെയ്തിട്ട് പിന്നീട് വിക്രത്തിലോട്ടെത്തി. ഒരുപാട് പ്രശ്നങ്ങൾ കാരണം 7 വർഷത്തിൽ കൂടുതലായിട്ടും ഇതുവരെ സിനിമ റിലീസായിട്ടില്ല. ഇതിനിടയ്ക്ക് സിംബുവിന്റെ കംബാക്കിൽ ഒരു വലിയ ഹിറ്റായ വെന്ത് തനത്ത കാട് ഒഴിച്ചാൽ തൊട്ടതെല്ലാം പിഴച്ചു. അവസാനം ഇറങ്ങിയ ജോഷുവയൊക്കെ ധ്രുവനക്ഷത്രം യൂണിവേഴ്സിൽ വരുന്ന ഫിലിം ആണെന്നൊക്കെ പറഞ്ഞെങ്കിലും തീർത്തും നിരാശയായിരുന്നു. ഫിനാൻഷ്യൽ ക്രൈസിസ് മറികടക്കാൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. ചിലതൊക്കെ നന്നായിരുന്നു. എങ്കിലും GVM എന്ന ഡയറക്ടറിന് ഒരു കംബാക്ക് അത്യാവശ്യമാണ്. ഇപ്പോൾ മമ്മൂട്ടിയെ വെച്ച് മലയാളത്തിൽ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്നൊരു പടം ചെയ്യുകയാണ്. മലയാളത്തിൽ ഇപ്പോഴത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഒന്നായ മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടും മമ്മൂട്ടിയുടെ അടുത്തിടെയുള്ള മൂവി സെലക്ഷൻസ് കൊണ്ടും സിനിമയിൽ ഒരു പ്രതീക്ഷയുണ്ട്. മലയാളത്തിലൊരു GVM ഒരു വമ്പൻ കംബാക്ക് നൽകട്ടെ. ശങ്കർ. പൊളിറ്റിക്കൽ കറക്റ്റ്നസിൽ ഒരുപാട് പഴി കേൾക്കുന്നുണ്ടെങ്കിലും വലിയ സിനിമകൾ സ്വപ്നം കാണാൻ തമിഴ് ഇൻഡസ്ട്രിയെ പഠിപ്പിച്ച സംവിധായകനാണ് ശങ്കർ. തമിഴ് സിനിമകൾക്ക് പരിചിതമല്ലാത്ത ലൊക്കേഷനുകൾ, അഡ്വാൻസ്ഡ് ടെക്നോളജീസ്, വൺ ഡേ CM പോലുള്ള വണ്ടേഴ്സ് ഒക്കെ ആ തലയിൽ നിന്നേ വരൂ. ജെന്റിൽമെൻ, കാതലൻ, ഇന്ത്യൻ, ജീൻസ്, മുതൽവൻ, ബോയ്സ്, അന്യൻ, ശിവാജി ദ ബോസ്, എന്തിരൻ അങ്ങനെ എല്ലാത്തിനും ഒരു പുത്തൻ സിനിമാറ്റിക് എക്സ്പീരിയൻസ് നൽകാൻ ശങ്കർ എപ്പോഴും ശ്രമിച്ചിരുന്നു. 3 Idiots എന്ന ഹിന്ദി സിനിമ തമിഴിൽ വിജയെ വെച്ച് നൻപനാക്കി എടുത്തപ്പോഴും അതിലൊരു ശങ്കർ ടച്ച് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ശങ്കർ സിനിമകൾക്ക് വലിയ രീതിയിൽ വിമർശനങ്ങൾ കിട്ടി തുടങ്ങി. പ്രേക്ഷകരുടെ
ആസ്വാദനത്തിൽ ശങ്കർ സിനിമകൾക്ക് വളരാൻ കഴിയില്ല. ഐ 2.0 ഒക്കെ വലിയ ബഡ്ജറ്റിൽ വന്ന് പ്രതീക്ഷിച്ച സ്വീകാര്യത കിട്ടാതെ പോയ സിനിമകളാണ്. അവസാനം ഇറങ്ങിയ ഇന്ത്യൻ 2 എനിക്ക് പേഴ്സണലി 2024 തിയേറ്ററിൽ കണ്ട ഏറ്റവും മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. കറപ്ഷൻ എന്നൊരു സബ്ജക്ട് വെച്ച് എത്ര സിനിമ എടുക്കാനാണ്? അടുത്ത് വരാൻ പോകുന്നത് മറ്റൊരു ബിഗ് ബഡ്ജറ്റ് മൂവി ഗെയിം ചേഞ്ചർ ആണ്. രാംചരൺ നായകനാവും സിനിമ ജനുവരി 10-നെത്തും. അതും ഇതേ കറപ്ഷൻ തന്നെയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇന്ത്യയിലെ തന്നെ ബ്രഹ്മാണ്ഡ സിനിമകൾക്ക് തുടക്കമിട്ട് ശങ്കറിന്റെ നല്ലൊരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നു. AR മുരുകദോസ് വിജയുടെ കരിയറിൽ തന്നെ വലിയ മെജോറിറ്റി ഓഡിയൻസിനും ഇഷ്ടപ്പെട്ട കമേഴ്ഷ്യൽ സിനിമകളിൽ രണ്ടെണ്ണമാണ് തുപ്പാക്കിയും കത്തിയും. പീക്ക് സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഈ രണ്ട് സിനിമകളും സമ്മാനിച്ച ഡയറക്ടറാണ് AR മുരുകദോസ്. പുള്ളിയുടെ കരിയറിൽ എടുത്താൽ എല്ലാം അതാത് കാലത്തിന് പറ്റിയ സിനിമകളായിരുന്നു. ദീന, രമണ, ഗജനി, ഏഴാം അറിവ്, തുപ്പാക്കി, കത്തിയൊക്കെ ഇതിന് ഉദാഹരണം. അവസാനം ഇറങ്ങിയ സിനിമകൾ പ്രതീക്ഷിച്ച പോലെ വരുന്നില്ല. സൂപ്പർ സ്റ്റാറിനെ വെച്ച് ചെയ്ത ദർബാർ ഒക്കെ വളരെ മോശം സിനിമ എക്സ്പീരിയൻസ് ആയിരുന്നു. സൽമാൻ ഖാനെ വെച്ച് ഹിന്ദിയിൽ സിക്കന്ദറും ശിവാർത്തിനെ വെച്ച് SK-23 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകൾ. രണ്ടും അടുത്ത വർഷം റിലീസാവും. അതിലൂടെ നല്ലൊരു കംബാക്ക് പ്രതീക്ഷിക്കുന്നു. വീണ്ടും മലയാളത്തിലേക്ക് വന്നാൽ ബേസിൽ ജോസഫ്. മലയാളത്തിലെ ഇപ്പോഴത്തെ മിനിമം ഗ്യാരണ്ടി നടന്മാരിൽ ഒരാളാണ് ബേസിൽ ജോസഫ്. ബേസിൽ ഒരു സിനിമയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ സിനിമയിൽ ഒരു പ്രതീക്ഷ വയ്ക്കാറുണ്ട്. അത് തെറ്റിച്ചിട്ടുമില്ല. അവസാനം ഇറങ്ങിയ സൂക്ഷ്മദർശിനി മലയാളത്തിലെ തന്നെ നല്ല ത്രില്ലറുകളിൽ ഒന്നാണ്. പക്ഷേ ഏതൊരു സിനിഫയിലും ആഗ്രഹിക്കുന്നത് ബേസിൽ ജോസഫ് എന്ന സംവിധായകന്റെ അടുത്ത സിനിമയ്ക്കാണ്. കുഞ്ഞിരാമേണം, ഗോദ, മിന്നൽ മുരളി ഈ മൂന്നേ സിനിമകൾ കൊണ്ട് ബേസിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ട്രസ്റ്റ് ഉണ്ട്. അത് തന്നെയാണ് കാരണം. ഹ്യൂമറാണ് ഈ ബേസിൽ സിനിമകളിലെ പ്രധാന അട്രാക്റ്റീവ് ഫാക്ടർ. വളരെ ഇന്നസെന്റ് ആൾക്കാരുടെ ഇടയിലേക്ക് ക്യാമറ വെക്കുന്ന ഫീൽ. OTT ആയിപ്പോയെങ്കിലും മിന്നൽ മുരളി എന്നൊരൊറ്റ സിനിമ തന്നെയാണ് ബേസിലിനെ ഇന്ത്യ മൊത്തം തിരിഞ്ഞു നോക്കിയത്. അതിനുശേഷം ശക്തിമാനൊക്കെ ഹിന്ദിയിൽ എടുക്കുന്നു എന്നൊക്കെ ധ്യാനം ചില മീഡിയാസും റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് ഒരു വിവരമില്ല. അടുത്തതായി ഡയറക്ഷനിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്നൊക്കെ ഈയിടയ്ക്ക് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ നല്ലൊരു സിനിമ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ബേസിൽ ജോസഫ് എന്ന സംവിധായകന്റെ കൂടെ കംബാക്ക് നല്ല രീതിയിൽ പോകുന്ന മലയാള സിനിമയ്ക്ക് ആവശ്യമാണിപ്പോൾ. ഫൈനലി ദ റിയൽ ഗോഡ്. ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട പോസ്റ്റിന് താഴെ ഏറ്റവും കൂടുതൽ പേർ കമന്റ് ചെയ്ത ഡയറക്ടർ അൽഫോൺസ് പുത്രൻ. ഏതൊരു സിനിമാ ലോവറും ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കംബാക്ക് അൽഫോൺസ് പുത്രൻ്റെതായിരിക്കും. പ്രേമം എന്നൊരൊറ്റ പടം മതി അൽഫോൺസ് പുത്രൻ എന്ന സംവിധായകനെ മനസ്സിലാക്കാൻ. 2013 തമിഴ് മലയാളം ബൈലിംഗിലായി എത്തിയ നേരത്തിന് ശേഷം 2015 മലയാളത്തിൽ പ്രേമം എടുത്തത്. ഒരു ട്രെൻഡ് സെറ്റർ തന്നെയായിരുന്നു പ്രേമം. അന്നത്തെ ദൃശ്യം ഡാ വിളിക്ക് വലിയ വെല്ലുവിളി ഉയർത്തിയ സിനിമ. ദൃശ്യത്തിന്റെ ബോക്സ് ഓഫീസ് റെക്കോർഡ് പൊട്ടിക്കുമെന്ന് ഏകദേശം ഉറപ്പായപ്പോഴാണ് സെൻസർ കോപ്പി ലീക്കായത്. എന്നിട്ടും സിനിമ നിൽക്കാതെ ഓടി. 175 ദിവസം കേരളത്തിൽ ഓടിയെങ്കിലും ഞെട്ടിച്ചത് തമിഴ്നാട്ടിലായിരുന്നു. ജോർജിനെയും മലരിനെയും മേരിയെയും സെലീനെയും തമിഴ് പ്രേക്ഷകർ ഏറ്റെടുത്തത് നീണ്ട 300 ദിവസങ്ങളായിരുന്നു. മലയാളത്തിലെ മികച്ച സിനിമകൾ എടുത്താൽ അതിലൊന്ന് ഉറപ്പായും പ്രേമം തന്നെയായിരിക്കും. അത്രമാത്രം ഇമ്പാക്ട് ആ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്. നിവിൻ പോളി വലിയൊരു സ്റ്റാറായി. അനുപമയും സായി പല്ലവിയും അഡോണയും ഒക്കെ തമിഴിലും തെലുങ്കിലും മോസ്റ്റ് വാണ്ടഡ് ഹീറോയിൻസ് ആയി. പക്ഷേ അൽഫോൺസ് പുത്രന്റെ അടുത്ത സിനിമയ്ക്കായി 7 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ഇതിലേക്ക് ഫഹദിനെ വെച്ച പാട്ട് എന്നൊരു സിനിമ അനൗൺസ് ചെയ്തെങ്കിലും പിന്നീട് അതിനൊരു അപ്ഡേറ്റ് ഉണ്ടായില്ല. വലിയ വെയിറ്റിംഗിന് ശേഷം 2022 വന്ന പൃഥ്വിരാജ് നായകനായ ഗോൾഡ് വലിയ രീതിയിൽ ക്രിറ്റിസിസം നേരിട്ടു. അതിനുശേഷം സാൻഡി മാസ്റ്റർ നായകനാക്കി ഇളയരാജ മ്യൂസിക്കിൽ ഗിഫ്റ്റ് എന്ന സിനിമ അനൗൺസ് ചെയ്ത് ഷൂട്ട് തുടങ്ങിയെങ്കിലും പിന്നീട് അതിന്റെ ഒരു അപ്ഡേറ്റും വന്നില്ല. മൂവി ഡ്രോപ്പ് ആയോ എന്നും അറിയില്ല. എന്തായാലും അൽഫോൺസ് പുത്രനെ ഒരു കംബാക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പഴയ പ്രേമം ടീം ഒന്നിക്കുന്ന നിവിൻ പോളി അൽഫോൺസ് പുത്രൻ സിനിമയ്ക്കായും ആഗ്രഹിക്കുന്നുണ്ട്. മുൻപ് ചെയ്ത സിനിമകൾ വെച്ച് ഒരു ഡയറക്ടറെയും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ആര് എപ്പോൾ എന്ത് ചെയ്യുമെന്ന് നമുക്ക് ക്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ ലിസ്റ്റിലെ എല്ലാ ഡയറക്ടേഴ്സും വരും വർഷത്തിൽ വമ്പൻ കംബാക്ക് നടത്തട്ടെ. നല്ല സിനിമകൾ ഉണ്ടാകട്ടെ. V is for victory in future. Good luck. Bye.